രാവിലെ ആയതും കിഴവി കൊച്ചുമോളെയും കൂട്ടി പോരാളിയുടെ മുന്നിൽ പെടുന്നതിന് മുന്നേ പെട്ടിയും കിടക്കയും എടുത്ത് എങ്ങോട്ടോ പോയി. എന്നാൽ ആ കുരുട്ട് അവൻ എന്നെ കാണുമ്പോഴൊക്കെ തുറച്ചു നോക്കുക. എന്തായിരിക്കും കാണുമെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നുമില്ല. ഇനി എന്റെ കെട്ടിയോ അവനോട് ലവ് ലെറ്ററിന്റെ പിറകെ ഞാനാണെന്ന് പറഞ്ഞു. അവനറിഞ്ഞെങ്കിൽ എനിക്ക് പണിയാണ്. എത്രയും പെട്ടെന്ന് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് കെട്ടിയോനെയും കൂട്ടി ഇവിടെ നിന്ന് പോകുന്നതാ എന്റെ തടിക്ക് നല്ലത്. ഉച്ചയായതും ഞാൻ എന്റെ ഭാണ്ഡക്കെട്ടൊക്കെ എടുത്ത് പോകാൻ റെഡിയായി. ശംഭൂസ് ഇപ്പോഴും അച്ഛനോടും പോരാളിയോട് എന്തോ സംസാരത്തില്ല. യാത്ര പറയുന്നതിന് ഇത്രയും ടൈം വേണം. ഞാൻ കാറിക്കയറാൻ വീടിന്റെ പടി കടന്നതും എന്തിലോ ചവിട്ടി ഞാൻ മുറ്റത്തോട്ട് ലാൻഡ് ചെയ്തു. ബോഡിയിലെ ഏതൊക്കെ പാർട്സ് ആണ് കംപ്ലൈന്റ് ആയെന്നറിയില്ല. എന്തിൽ ചവിട്ടിയാണ് ഞാൻ വീണതെന്ന് എന്റെ മൈൻഡ് ഉന്നയിച്ച ചോദ്യത്തിന് ഞാൻ തല തിരിച്ചു നോക്കിയപ്പോൾ എന്റെ കുരുട്ടു ബ്രോയുടെ പരട്ട കാലാണ് കണ്ടത്. കൂടെ അവന്റെ പുച്ചച്ചിരി. ഓഹോ, അപ്പൊ പ്രതികാരം ചെയ്തതാണല്ലേ. നിനക്കുള്ളത് ഞാൻ തോരാടാ. കെട്ടിയോ വന്നെന്നെ പിടിച്ചു പൊക്കി. അമ്മ എന്റെ ഡ്രസ്സിൽ പറ്റിയ മണ്ണൊക്കെ തട്ടിക്കളഞ്ഞ് കുറെ വഴക്കും പറഞ്ഞു. ഞാൻ ശ്രദ്ധിച്ച് നടക്കാത്തതിന്റെ ആണെന്നൊക്കെ പറഞ്ഞങ്ങ് തുടങ്ങി. അച്ഛൻ എവിടെയെങ്കിലും മുറിഞ്ഞെന്നൊക്കെ വേവലാതിയോടൊക്കെ ചോദിച്ചു. ഞാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞെങ്കിലും അച്ഛൻ പിന്നെ പോയാൽ മതി, ഇപ്പൊ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. കെട്ടിയവനും പോരാളി അച്ഛന്റെ അതേ അഭിപ്രായമായിരുന്നു. എന്നാ പോകണമെന്ന എന്റെ വാശിക്ക് അവർക്ക് അവസാനം സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി ഫ്രഷായി ദേവമ്മയോടും അമ്മായിയച്ഛനോടും കത്തി വെച്ചിരുന്നു. വീണപ്പോ കൈ ഒരഞ്ഞായിരുന്നു. ശംഭൂസ് ഓയിന്റ്മെന്റ് ഒക്കെ തേച്ചു തന്നു. ആർക്കോ വേണ്ടി ചെയ്യുന്നത് പോലെയായിരുന്നു. ഇങ്ങനെ ഞാൻ എങ്ങനെ മെരുക്കിയെടുക്കേണ്ട ചക്കുളത്തമ്മേ. ദിവസങ്ങൾ ദേ പോണെന്ന കണക്കെയാണ് എങ്ങോട്ടൊക്കെയോ പാഞ്ഞു പോകുന്നത്. പറമ്പിലെ ചക്കയുണ്ടായി. അതിനെ വെട്ടി കണ്ടമാക്കി ചക്ക കുഴച്ചതും ഉണ്ടാക്കി മീൻകറിയുടെ കൂടെ ആസ്വദിച്ചു വരെ തിന്നു. എന്നാൽ എന്റെ കണവന് മാത്രം ഇതുവരെ ഒരു മാറ്റവുമില്ല. എപ്പോ നോക്കിയാലും ഗൗരവം. അങ്ങേരോടുള്ള ദേഷ്യം ഞാൻ തീർത്തിരുന്നത് മാളൂനെയും കൂടി ചുമ്മാ കണ്ടിടത്തെല്ലാം കറങ്ങിത്തിരിഞ്ഞ് അവളുടെ ചിലവെ കണ്ണി കണ്ടതൊക്കെ വാരി വലിച്ച് സാപ്പിട്ടിട്ടാണ്. അതിനാ കോപ്പ് എന്നെ നല്ല രീതിയിൽ അവളുടെ മനക്കോട്ടെ സ്മരിച്ചിട്ടുണ്ടോന്നൊരു ഡൗട്ടുണ്ട്. കാരണം അന്ന് കറക്കമെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോ ഞാൻ ഒടുക്കത്തെ തുമ്മലായിരുന്നു. അതിനു പിറകെ മാളുവാണെന്നാണ് എന്റെ ഒരു നിഗമനം. പിന്നെ രേഷ്മ അവളുടെ അസുഖമെല്ലാം മാറി പഴയ പോലെ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇല്ലത്തി വേഷം പഴയതുപോലെ കെട്ടാതിരുന്നാൽ മതിയായിരുന്നു. ഇനി അങ്ങനെ വല്ലതും ഉണ്ടായ ഇവളുടെ അന്ത്യകുദാശ ഞാൻ നടത്തും. പിന്നെ വിച്ചുവേട്ടൻ അവളെയും കൊണ്ട് വെളിനാട്ടിലേക്ക് പറക്കുവാണെന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു പേരറിയാത്ത സന്തോഷം. അങ്ങനെ ആ ശല്യം ഒഴിവായി. ടിവിയിൽ കൊച്ചു ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടത്. ഓഹ്, ഇതിപ്പോ ആരാ? ഡോറയ്ക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നതിനിടയിലാണ് ഓരോ അപശകുനങ്ങൾ കയറി വരുന്നത്. ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ എന്റെ ചങ്കം കരളുമായ മാളുവാണ്. ഹലോ, എന്തിനാണ് പെണ്ണെ നീ ഇപ്പൊ വിളിച്ചേ? അമ്മൂസേ, ഇവളെന്തിനാ ഇങ്ങനെ കിടന്ന് കാറുന്നത്? ഇനി ഏതെങ്കിലും ചൊങ്കൻ ചെക്കനെ ലൈൻ അടിച്ച് വീഴ്ത്താൻ നോക്കിയതിന് ആ ചൊങ്ക എന്റെ മാളുക്കോഴിയുടെ പപ്പും കൂടെയും പറിച്ചു കാണുവോ? ഡി, കാറി പോവാതെ കാര്യം പറയടി. അമ്മൂസേ, ഞാൻ ലോക്കായടി. വാട്ട്? കോപ്പ്, നീ ഇപ്പൊ എവിടാന്ന് കറക്റ്റ് പ്ലേസ് പറഞ്ഞതാ. ഞാൻ വേഗം അങ്ങോട്ട് വരാം. അല്ല, കമ്പിപ്പാരം ഉണ്ടെങ്കിൽ കുത്തിപ്പൊളിച്ച് അകത്ത് കയറി നിന്നെ ഞാൻ രക്ഷിക്കാം. എന്തോന്ന്? കമ്പിപ്പാരയോ? കുത്തിപ്പൊളിക്കാനോ? നീ എന്തൊക്കെയാടി പറയുന്നേ? നീ അല്ലേടി പുല്ലിയെ പറഞ്ഞത് നീ ലോക്കായെന്ന്? ഓ എടി വട്ടേ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എന്റെ കഴുത്തി കുരുക്കിട വീട്ടുകാർ പ്ലാൻ ചെയ്തടി. നിന്റെ പപ്പയ്ക്കും മാമയ്ക്കും ഭ്രാന്താണോടി നിന്നെ കഴുത്തേരിച്ച് കൊല്ലാൻ? എന്തായാലും നീ വിഷമിക്കേണ്ട, ഞാൻ ഇപ്പൊ തന്നെ പോലീസിന് ഇൻഫോം ചെയ്ത് നിന്നെ അവിടെ വന്ന് രക്ഷിക്കാം. ഓക്കെ? ഓ എടി മത്തങ്ങ തലച്ചി, വീട്ടുകാർ എന്റെ കഴുത്തി കുരുക്കിട്ടെന്ന് പറഞ്ഞ് എന്നെ കെട്ടിക്കാൻ അവർ പ്ലാൻ ചെയ്തെന്നാടി. ഓ അതായിരുന്നോ? അല്ല, അപ്പൊ ചെക്കനൊക്കെ കണ്ടുപിടിച്ചോ? അതൊക്കെ പപ്പ എപ്പോഴേ കണ്ടുപിടിച്ചിരുന്നടി. കുറച്ചു മുമ്പ് അവർ പെണ്ണ് കണ്ടിട്ട് പോയത്. ആഹാ, അപ്പൊ ഇനി മുതൽ സിംഗിൾ സ്റ്റാറ്റസ് ഇട്ട് നാട്ടുകാരെ വെറുപ്പിക്കണ്ടല്ലോ. അതൊക്കെ അവിടെ നിക്കട്ടെ. നിന്റെ ചെക്കൻ എങ്ങനെയുണ്ട് കാണാൻ? ചുള്ളനാണോടി? ചുള്ളനല്ല, ഉള്ളൻ. അല്ലെങ്കിലേ ഞാൻ ലോക്കായെന്നുള്ള വിഷമത്തിലാണ് ഇരിക്കുന്നത്. അപ്പോഴാണ് അവളുടെ ഒരു ചുള്ളൻ. നീ ഒന്ന് പോയേ. ഓടി പുല്ലേ, ആളാരാ? നീ പേര് പറ. ഡോക്ടർ ദർശാനന്ദ്. ആഹാ, ദർശാനന്ദ് അല്ല, നമ്മൾ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ അതേ ഡോക്ടറുടെ പേരും അല്ലേടി? പേര് മാത്രമല്ല, ആളും സെയിമാടി. ഓഹോ, നീ എന്തോന്നാ പറഞ്ഞേ? നമ്മൾ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടർ ദർശാനന്ദ് തന്നെയാടി എന്നെ കെട്ടുന്നത്. എന്റെ ചക്കുളത്തമ്മേ, ആ ഡോക്ടർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഈ അരപ്പിരി ലൂസ് ഉള്ളതിനെ കേട്ട്? ഇനി ഇവള് കുടിച്ച് ലെക്കേട്ട് വല്ലതും പറഞ്ഞതാണോ? നീ കുടിച്ചിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഡി മോളെ, എനിക്ക് ചെറിയൊരു ഡൗട്ട് തോന്നി, അതുകൊണ്ട് ചോദിച്ചാടി. ഇനിയിപ്പൊ എന്തോ ചെയ്യൂടി? വേറെന്ത് ചെയ്യാനാ? നീ അയാളെ അങ്ങ് കെട്ടടി. എന്നിട്ട് ആ ലക്ഷണം കെട്ടവളുടെ മുന്നിലൂടെ അവളെ പുച്ഛിച്ച് ഡോക്ടറുടെ കൈ പിടിച്ച് നടന്നു പോണം. പറഞ്ഞ പോലെ നീ അവൾക്കിട്ടെന്തോ പണി കൊടുത്തിട്ടല്ലേ ഇങ്ങോട്ട് പോന്നെ? അതെന്തായിരുന്നു? ഓ, അത് ഞാൻ അവള് യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ചെറുതായി നാക്കിണ്ണപ്പൊടി ഇട്ടതാ. അരെ വാ, എന്നിട്ട് റിസൾട്ട് എന്തായടി? എന്താകാൻ, അവള് മുഖം ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഒരു പരുവമാക്കി ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്.
ആഹാ, അത് പൊളിച്ച്. അവൾക്കല്ലെങ്കിലും ഒന്ന് കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. എന്തായാലും നീയായിട്ട് ആ ശുഭകർമ്മം ചെയ്തല്ലോ. ദൈവത്തിന് സ്തുതി. അപ്പൊ പെണ്ണാണ് കഴിഞ്ഞു. ഇനി നിശ്ചയമെന്നാ? ആ, അതൊക്കെ സെറ്റാവുമ്പോ പറയാം. നീ ഹാപ്പി അല്ലേ ഡി? പിന്നെ ഭയങ്കര ഹാപ്പിയല്ലേ. ഇനി മുതൽ ഞാൻ സിംഗിൾ അല്ലെന്ന് ഓർക്കുമ്പോ ഒത്തിരി ഒത്തിരി ഹാപ്പി ആകുവാണ്. ഓ, അതൊക്കെ വിടടി. എന്നാലും അങ്ങർക്ക് നിന്നെ കിട്ടിയുള്ളൂ കേട്ടാൻ. അതാണ് എന്റെ ഏറ്റവും വലിയ സംശയം. എന്നെ പോലൊരു സുന്ദരിയെ കണ്ട ആരാടി വേണ്ടെന്ന് വെക്കുന്നത്? വിവരമുള്ളവർ എനിക്ക് വയ്യാവേലി വേണ്ടെന്ന് പറഞ്ഞോളൂ. അസൂയക്കും കുശുമിനും മരുന്നില്ല മോളെ. അയ്യടാ, അസൂയം കുശുമ്പ് അത് എനിക്ക് നിന്നോട് കൊള്ളാം. ഒരു ലോകചുന്ദരി വന്നേക്കുന്നു. ഒന്ന് പോടി പിത്തക്കാളി. പിത്തക്കാളി നിന്റെ. കേൾക്കാൻ താല്പര്യമില്ലാത്തതിന് ഞാൻ കോൾ കെട്ടിയത്. കഴിഞ്ഞ ജന്മത്തിൽ എന്ത് പാപം ചെയ്തിട്ടാണോ ഡോക്ടർ നീ പിശാചിനെ ഇഷ്ടപ്പെടാൻ തോന്നിയത്? ഡോറയെ നോക്കിയപ്പോ അവൾ തന്റെ കയ്യിലുള്ള സാധനം കുറുതരി മോഷ്ടിക്കാതിരിക്കാൻ തടയാൻ ശ്രമിക്കുകയായിരുന്നു. കൂട്ടിന് ഞാനും കൂടി. ഒരാഴ്ച കഴിഞ്ഞതും മാളുവിന്റെ നിശ്ചയത്തിന്റെ ഡേറ്റ് എടുത്തു. ഞാനും ശംഭൂസ് എൻഗേജ്മെന്റിന് പോയി. ഒരു വലിയ ഗിഫ്റ്റ് ബോക്സും അവളുടെ കൂടെ കുറെ ഫോട്ടോയും സെൽഫിയും ഒക്കെ എടുത്തിട്ടാണ് തിരിച്ചു വന്നത്. എന്ന് രാത്രിയായപ്പോ അവൾ എന്നെ വിളിച്ച് ഭയങ്കര ഭരണിപ്പാട്ടായിരുന്നു. കാരണം വേറൊന്നുമല്ല, ഞാൻ കൊടുത്ത ഗിഫ്റ്റ് മുഴുവൻ പഴത്തൊലിയായിരുന്നു. അതിനവൾ ഇനി എന്റെ കുടുംബത്തെ വിളിക്കാൻ ആരുമില്ല. കൺട്രി ഫെലോ. കല്യാണം 1 വർഷം കഴിഞ്ഞിട്ട് മതിയെന്നാണ് മാളുവിന്റെ നിലപാട്. അതെന്താ 1 വർഷമെന്ന് ഞാൻ ചോദിച്ചപ്പോ പറയുക, ഡോക്ടറുടെ കൂടെ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്ന് കുറച്ച് പേരുദോഷമൊക്കെ കേൾപ്പിച്ച് പ്രേമിച്ച് നടക്കണമെന്ന്. പിന്നെ അവളുടെ ഒരു ആഗ്രഹമല്ലേ എന്ന രീതി ഞാനും ഓൾ ദി ബെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ദിവസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് മാളു കൂടുതൽ കൂടുതൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരുന്നു. എന്താണ് കാണുമെന്നല്ലേ. എപ്പോ നോക്കിയാലും ആ പാവം ഡോക്ടറെയും കൊണ്ട് ബീച്ചിലും പാർക്കിലും വാട്ടർഫോൾസിനടുത്തുമെല്ലാം മുടിഞ്ഞ ഫോട്ടോഷൂട്ടാണ്. ഇതൊക്കെ കല്യാണത്തിന് മുമ്പ് സേവ് ദി ഡേറ്റിന് എടുക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവളുടെ മറുപടി കാണുന്നവരൊക്കെ വിചാരിക്കട്ടെ ഞങ്ങളുടെ ലവ് മാരേജ് ആണെന്ന്. റൊമാൻറ്റിക് ആയിട്ടുള്ള എല്ലാ പോസും അവൾ ഇൻസ്റ്റയിൽ നിന്ന് തപ്പിയെടുത്ത് എല്ലാം എടുപ്പിച്ച് സ്റ്റാറ്റസ് ഇട്ട് ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ബെഡ്ഷീറ്റ് പോസൊന്നും അവൾ എടുത്തില്ല. ഡോക്ടറിന്റെ അവളുടെ റൊമാൻറ്റിക് ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ എന്റെ കണവനെ എടുത്ത് വല്ല തോട്ടി കളയാനാണ് തോന്നുന്നത്. കുറേയായി അങ്ങയുടെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. ഇനി എന്റെ പട്ടി നടക്കും. ആഹാ, അങ്ങർക്ക് അത്ര ജാടയാണെങ്കിൽ എനിക്കും ജാടയാ. രാത്രിയിലത്തെ ഫുഡിനെ അറ്റാക്ക് ചെയ്ത് റൂമിലേക്ക് ചാടിത്തുള്ളി കയറിയതും കട്ടിലിൽ ചമ്രം പടഞ്ഞിരുന്ന് മടിയിലെ തലേണെ കയ്യും കുത്തി ചിരിയോടെ എന്നെ നോക്കുന്ന ശംഭൂസിനെ കണ്ടത് ഞാൻ ഞെട്ടി. അയ്യോ, ഇനി ഞാൻ സ്വപ്നമൊന്നുമല്ലല്ലോ കാണുന്നത്. ഇങ്ങേരെന്താ എന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നേ? എവിടെയെങ്കിലും വീണ് ഇനി തലക്കെന്തെങ്കിലും പറ്റിക്കാണുമോ? ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാതെ കണ്ണാടിയുടെ മുന്നിൽ കയറി നിന്ന് തല ചീകാൻ തുടങ്ങിയത് പെട്ടെന്ന് ശംഭൂസിന്റെ പുറകിലായി വന്നു നിന്നു. അമ്മോട്ടി. ആ വിളിയിൽ ഞാൻ വായും പൊളിച്ച് ഒരു നിൽപ്പായിരുന്നു. അങ്ങേരെ സംശയത്തോടെ നോക്കിയപ്പോഴും ആ ചുണ്ടി പുഞ്ചിരി തന്നെയാണ്. കുറെ വളയ്ക്കാൻ നോക്കിയിട്ട് സാധിക്കാത്തതിന് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ മൈൻഡ് ചെയ്തിരുന്നില്ല. ഇനി അത് കാരണം ചിലപ്പോ ഇങ്ങയുടെ ജാടയൊക്കെ മാറ്റിവെച്ച് പിണക്കൊക്കെ മാറ്റാനുള്ള വരവായിരിക്കോ? എന്തായാലും ഇങ്ങോട്ട് കയറി വന്നതല്ലേ, അപ്പൊ കുറച്ച് ജാടയിടാം. അമ്മൂട്ടി. മൈൻഡ് ചെയ്യൂലടാ പട്ടി. എന്നെ കുറെ പുറകെ നടത്തിച്ചതല്ലേ. അമ്മൂട്ടി പിണക്കാണോ? അതിനങ്ങേരെ നോക്കി ഞാൻ കണ്ണുരുട്ടി. ചീപ്പ് ഡ്രോയറിലിട്ട് മുടി ഒരു അമ്മക്കെട്ടാക്കി ബെഡ്ഷീറ്റ് ചുളിഞ്ഞൊക്കെ നന്നായിട്ട് വിരിച്ചിട്ട് കിടക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിയതും കേട്ടും വീണ്ടും എന്റെ പുറകെ വന്നു. ഡി പുല്ലേ, ഓവർ ജാട എടുത്താലുണ്ടല്ലോ. പ്രശ്നമെല്ലാം പരസ്പരം പറഞ്ഞ് പരിഹരിക്കാമെന്ന് വെച്ചപ്പോ അവിടെ ലോകത്തില്ലാത്തൊരു ജാട. നീ ആരാടി, രംഭയോ അതോ ലോകസുന്ദരിയോ? ആ ഒരു വിചാരത്തിലാണ് ഞാൻ നിന്റെ പുറകെ നടക്കുന്നെങ്കിൽ അതൊക്കെ നിന്റെ വലിയ തെറ്റിദ്ധാരണ. കണ്ടേച്ചാലും മതി. കോഴിവാല് പോലത്തെ ഒരു മുടിയാണെങ്കിൽ മുഴുവനും പേനൊക്കെ വളർത്തി വെച്ചേക്കോ. കുറച്ച് തൊലി വെളുപ്പുണ്ടെന്ന് പറഞ്ഞിട്ടെന്താ, തല നിറച്ച് പിണ്ണാക്കാണ്. ആ നിന്നെയൊക്കെ കയറി പ്രേമിച്ച് എന്നെ നീ പൂവിട്ട് പൂജിക്കണം. ഞാൻ അല്ലാതെ ഏതെങ്കിലും ചെക്കന്മാർ നിന്റെ പുറകെ വരുമോ? അഥവാ വന്നാലും നിന്റെ എടുത്തുചാടിയുള്ള സ്വഭാവം അറിയുമ്പോഴേക്ക് അവരൊക്കെ എന്നെ നിന്നെ വിട്ടിട്ട് പോയേനെ. ഈ ലോകത്ത് നിന്റെ ആരപ്പിരി വട്ടുള്ള സ്വഭാവം സഹിക്കാൻ എന്നെ കൊണ്ട് മാത്രമേ പറ്റൂ. നീ എന്നെ വേണ്ടെന്ന് വെച്ചിട്ട് പോയപ്പോഴുള്ള വേദനയൊന്നും രേഷ്മ പോയപ്പോ എനിക്കില്ലായിരുന്നു. നിന്നെ കണ്ട അന്നു മുതൽ എന്നിലെ പ്രണയം തളർത്തു വന്നതാ. എന്നാൽ രേഷ്മയുടെ വാക്കും കേട്ട് എന്നെ ഇട്ടിട്ട് പോയ നിന്നോട് ആദ്യം ദേഷ്യം തോന്നിയെങ്കിലും എങ്ങനെ നിന്നെ സ്വന്തമാക്കണമെന്ന ഉദ്ദേശത്തിലാണ് ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടി ബന്ധിച്ചത്. അപ്പം നിനക്ക് ഞാൻ പ്രതികാരത്തിന് വേണ്ടി കെട്ടിയ താലിയായിട്ട് നീ അത് മാറ്റിയെടുത്തു. നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിന്റെ തലയ്ക്കകത്ത് ആൾതാമസമില്ല. അതാണ് പ്രധാന കാരണം. വീണ്ടും നീ എന്നിൽ നിന്ന് അകന്നു മാറിയപ്പോ നീ എവിടെയാണെന്ന് മനസ്സിലായിട്ട് ഞാൻ വരാതിരുന്നത് ഒരു ശല്യമായി നിനക്ക് പിറകെ ഞാൻ ഉണ്ടാകരുതെന്ന് തീരുമാനിച്ചതാണ്. എന്നാൽ ആരും അറിയാതെ സ്വയം ഉരുവാണെന്ന് മാളുവിന്റെ കോളിലൂടെ മനസ്സിലായത് കൊണ്ടാണ് രേഷ്മയുടെ ഓപ്പറേഷന്റെ ഭാഗമായി നിന്റെ അടുത്തേക്ക് ഞാൻ വെച്ച് പിടിച്ചത്. രേഷ്മയിൽ നിന്ന് സത്യം പറഞ്ഞ നീ എന്റെ പിറകെ വന്ന് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് നിന്റെ കൂടെ കൂട്ടുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് സന്തോഷിക്കായിരുന്നു. നിന്നെ തിരിച്ചു കിട്ടിയല്ലോ എന്നോർത്ത്. എന്നാ നീ ഒരു മണ്ടിയാ. സ്വയം ഓരോന്ന് ഊഹിച്ച് കണ്ടെത്തി പരിഹാരം കണ്ടോളാം. എനിക്ക് വേണമെങ്കിൽ നിന്റെ അഹങ്കാരത്തിൽ നിന്നെ തള്ളിക്കളയാമായിരുന്നു. എന്നാൽ ഞാനത് ചെയ്യാത്തതുണ്ടല്ലോ എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായിട്ടാടി. അതൊന്നും പറഞ്ഞ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും നിനക്കില്ലല്ലോ. നിനക്ക്
ശംഭൂസ് പറഞ്ഞു മുഴുപ്പിക്കും മുമ്പേ അമ്മു അവളുടെ ചുണ്ടുകളെ അവന്റെ അതരങ്ങൾ പൊതിഞ്ഞു. അമ്മുവിന്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവൻ ആദ്യം പകച്ചെങ്കിലും അവനും അവളുടെ പ്രണയത്തോടെയുള്ള ചുംബന ആസ്വദിക്കാൻ തുടങ്ങി. അവന്റെ ചുണ്ടിൽ കണ്ണുനീരിന്റെ ഉപ്പുരസം അറിഞ്ഞത് ശംഭൂസ് അമ്മുവിനെ അടർത്തി മാറ്റി. കരഞ്ഞു കലങ്ങിയ അവളുടെ കണ്ണുകൾ കണ്ട് അവനും വല്ലാതായി. അമ്മൂട്ടി, അവൻ എന്തോ പറഞ്ഞു തുടങ്ങും മുമ്പേ ചൂണ്ടുവിരലിൽ അവൾ അവന്റെ ചുണ്ടുകൾക്ക് തടസ്സം സൃഷ്ടിച്ചു. ശംഭൂസേ, നീ പറഞ്ഞത് ശരിയാ, ഞാനൊരു മണ്ടിയാ. കൺമുന്നിലുള്ളത് കണ്ട് അപ്പാടെ അങ്ങ് വിശ്വസിക്കും. അതിലെ ശരിയും തെറ്റുമൊന്നും ചെയ്യാൻ ഞാൻ ഒരിക്കലും ശ്രമിക്കാറില്ല. അതെന്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവാണ്. നിന്നെ ഞാൻ എന്നും സംശയത്തിന്റെ മുൾമുനയിലാണ് കണ്ടത്. നിന്റെ യഥാർത്ഥ സ്നേഹം തിരിച്ചറിയാനുള്ള ബുദ്ധി പോലും എനിക്കില്ല. അതിനാൽ നിന്റെ സ്നേഹത്തിന് ഞാൻ അർഹയല്ല. അതുകൊണ്ട് നമുക്ക് പിരിയാം. എന്നെക്കാളും നല്ലൊരു പെൺ. അവൾ പറഞ്ഞു മുഴുവനാക്കും മുമ്പ് അവൻ അവളുടെ കരണം പുകച്ചിരുന്നു. കവളിൽ കൈവച്ച് വേദനയോടെ നിൽക്കുന്ന അവളെ കണ്ടതും അവന്റെ ഉള്ളൊന്ന് പിടഞ്ഞു. ഇനി നിന്റെ വായിന്ന് ഇതുപോലെ എന്തെങ്കിലും വന്നാൽ. അവൾക്കൊരു വാണിംഗ് കൊടുത്തവൻ കാറ്റുപോലെ കട്ടിലേക്ക് കിടന്നു. താൻ പറഞ്ഞത് അവനെ എത്രത്തോളം വേദനിപ്പിച്ചതെന്ന് അവൾക്ക് മനസ്സിലായതും അങ്ങനെ പറയേണ്ടിയിരുന്നില്ലെന്ന് അവൾക്ക് തോന്നി. ലൈറ്റ് ഓഫ് ചെയ്ത് പിണക്കം മാറ്റാനെ അവന്റെ അരികിലേക്ക് ചേർന്ന് കിടന്നു. കമിഴ്ന്ന് കിടക്കുന്ന അവന്റെ തോളിലേക്ക് ചാഞ്ഞു. അതറിഞ്ഞിട്ടും അവന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും ഇല്ലായിരുന്നു. അവന്റെ ചെവിയിൽ പതി സോറി പറഞ്ഞ് കൂടെ ആ ചെവിയെ കടിച്ചെടുത്തു. അപ്പൊ തന്നെ ശംഭൂസ് എന്നെ തള്ളി മാറ്റി തിരിഞ്ഞ് എനിക്ക് മുകളിൽ സ്ഥാനം പിടിച്ചു. എന്താടി, സ്വസ്ഥമായിട്ട് ഉറങ്ങാനും സമ്മതിക്കില്ലേ? കൈ രണ്ടു എനിക്ക് ഇരുവശത്തും കുത്തി എന്റെ കണ്ണിൽ തന്നെ നോക്കിയാണ് ചോദ്യം ഉന്നയിച്ചത്. ഗൗരവത്തിലാണെങ്കിലും മുഖത്ത് ചെറുതായി കുറുമ്പ് നിറയുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. എന്റെ ഉറക്കം കളഞ്ഞിട്ട് ചോദിക്കുന്ന കേട്ടില്ലേ? ആഹാ, ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഇല്ല, ഇന്ന് നിങ്ങൾ ഉറങ്ങണ്ട. മൂക്കിനിട്ടൊരു കടി കൊടുത്തിട്ടാണ് പറഞ്ഞത്. ഡി പുല്ലേ, എന്റെ മൂക്ക്. കാലിപ്പിൽ എന്നെ നോക്കിയിട്ട് മൂക്കി തഴുകി. അതിനിടെ ആ ചുണ്ടി പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു. നിനക്ക് പിരിയണോന്ന് പറഞ്ഞിട്ട്? എന്തായാലും നീ പറഞ്ഞത് ശരിയാ, നമുക്ക് പിരിയാടി. നമ്മൾ ഒരിക്കലും സെറ്റാകില്ല. എപ്പോഴും അടിയും ഇടിയും വഴക്കുവാ. എന്റെ അളിയൻ പറഞ്ഞ പോലെ ഞാൻ ആ ഭാഗ്യയെ. അത് പറഞ്ഞു മുഴുപ്പിക്കുന്നതിന് മുമ്പേ അമ്മൂസ് ശംഭൂസിന്റെ ചുണ്ട് കടിച്ചെടുത്തിട്ട് കാലിപ്പിൽ അവനെ നോക്കി പറഞ്ഞു. ദേ മനുഷ്യ, നിങ്ങൾ എന്റെ മാത്രം. എന്റെ പേരല്ലാതെ വേറൊരുത്തിയുടെ പേര് പോലും നിങ്ങളുടെ ചുണ്ടി വരാൻ പാടില്ല. അങ്ങനെ വല്ലതും വന്ന നീക്കോ ഞാൻ വെക്കേ. അതെന്തുവാ നീക്കോ ഞാൻ വെക്കേ? അത് നിങ്ങളെ കൊന്ന് ഞാൻ വേറെ കെട്ടുവെന്ന്. ഓഹോ, അപ്പൊ ഞാൻ തട്ടിപ്പോയാലും നീ വേറെ കെട്ടുവല്ലേ? സംശയം എന്താ? ഞാനത് പറഞ്ഞതും അത് കേട്ടിട്ട് ദഹിക്കാത്ത മട്ടി എന്നിൽ നിന്ന് അകന്നു മാറാൻ പോയ ശംഭൂസിനെ ഞാൻ എന്നിലേക്ക് വലിച്ചിട്ട് ആ അതരങ്ങളെ ഞാൻ കവർന്നു. ദീർഘചുംബനത്തിനിടെ പരസ്പരം അകന്നു മാറി ഇരുവരും കിതപ്പടക്കി. അമ്മൂട്ടി, കൈകൊണ്ട് അവന്റെ വാ പൊതിഞ്ഞ് അവൾ സംസാരിച്ചു തുടങ്ങി. എന്റെ ജീവനും ജീവിതവും എല്ലാം നിങ്ങളല്ലേ. അഥവാ നിങ്ങളിന്ന് തട്ടിപ്പോയ ഞാനും കൂടെ വരാം. കാരണം ഞാൻ എവിടെയും നിങ്ങൾക്ക് സ്വസ്ഥത തരില്ല. അത് തന്നെയാണ് അമ്മൂട്ടി ഞാനും ആഗ്രഹിക്കുന്നത്. നീ എന്നും എന്റേതല്ലേ, എന്റേത് മാത്രം. ഇരുവരുടെ മിഴികളിലും പ്രണയം നിറഞ്ഞു തുളുമ്പി. ശംഭൂസ് അവളുടെ അതരങ്ങളെ വാശിയെ നുണഞ്ഞുകൊണ്ടിരുന്നു. ഇണചേരുന്ന നാഗങ്ങളെ പോലെ അവർ പരസ്പരം കെട്ടിയമർന്ന് മത്സരം പോലെ ചുംബിച്ചുകൊണ്ടിരുന്നു. അതരങ്ങളിലും കഴുത്തിലും മാറിലുമെല്ലാം അവന്റെ ചുണ്ടുകളും നാവുമെല്ലാം ഒഴുകി നടന്നു. അവന് തടസ്സമായതെല്ലാം അവളിൽ നിന്ന് നീക്കം ചെയ്ത് ആർത്തു പെയ്യുന്ന ഒരു മഴ പോലെ അവളിലേക്ക് ഓരോ നിമിഷവും ആഴ്ന്നിറങ്ങി. അവസാനം ചെറു നോവ് നൽകി അവളെ എല്ലാ രീതിയിലും അവൻ സ്വന്തമാക്കി. ആദ്യ സംഗമത്തിന്റെ ആലസ്യത്തിൽ അവൾ അവന്റെ നെഞ്ചിലേക്ക് തലവെച്ച് കിടന്നു. അവനും അവളെ ചുറ്റിപ്പിടിച്ച് അവളുടെ തലമുടിയിൽ പതിയെ തലോടി. ഇരുവർക്കും ആ രാത്രി നിദ്രയെ പുൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. അമ്മ അവന്റെ നെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് അവന്റെ മുഖത്തിന് നേരെ അടുപ്പിച്ചു. അവന്റെ മുഖം ഇരു കൈകളിലും അവൾ കോരിയെടുത്തു. അവനും വിടർന്ന കണ്ണുകളെ അവളെ തന്നെ വീക്ഷിച്ചു. ഒരു പുഞ്ചിരിയോടെ അവന്റെ മൂർധാവിലും ഇരു കവിളിലും കണ്ണിലും മൂക്കും തുമ്പിലും അവസാനം അതിന്റെ ഇണയെ കണ്ടെത്തിയ പോലെ അവന്റെ ചുണ്ടിലും അവൾ സ്നേഹമുദ്ര പതിപ്പിച്ചവന്റെ കാതോരം പ്രണയ പരവശത്താൽ മൊഴിഞ്ഞു. ഐ ലവ് യു ശംഭൂസേ. അവൻ അവളെ കെട്ടിപ്പുണർന്ന് ഒരിക്കൽ കൂടി ആ ചുണ്ടുകളെ കവർന്നെടുത്ത് അവൾക്കുള്ള മറുപടി നൽകി. ലവ് യു ടു അമ്മൂസേ. ഇരുവരും പുഞ്ചിരിയോടെ വീണ്ടും പ്രണയവസന്തത്തിൽ പരസ്പരം ഒരു പേമാരി കണക്കെ ആഴ്ന്നിറങ്ങി. ഒരിക്കലും മടുപ്പ് തോന്നാത്ത വിധം. നിലാവെളിച്ചത്തിലെ ചന്ദ്രകല പോലും അവരുടെ പ്രണയം കണ്ട് നാണത്താൽ മേഘക്കൂട്ടങ്ങൾക്കിടയിലേക്ക് മറഞ്ഞു.